അതോടെ എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. കൊട്ടിയിൽ കുറച്ച് തിരക്കുണ്ടായെങ്കിൽ പോലും തൊഴാനും എല്ലാത്തിനും കഴിഞ്ഞു. പിന്നെ മനോജേട്ടന്റെ കാര്യം എല്ലാവരും പുകഴ്ത്തുന്നുണ്ട്. അത് പുകഴ്ത്തിയേ തന്നെ പറ്റുള്ളൂ. കാരണം ഞാൻ രാവിലെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഒരു അമ്പലത്തിൽ പോയാൽ തൊഴിലിനായിട്ട് മുന്നേ വഴിപാടിന് വേണ്ടിയിട്ട് കൗണ്ടർ തരിക, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കൂല. പക്ഷെ മനോജേട്ടൻ കറക്റ്റ് ഓരോ അമ്പലങ്ങളിലേക്ക് പോകുമ്പോഴും അതിന്റെ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ മുന്നേ നമുക്കത് വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ അതിന് വേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പ്രസാദമൊക്കെ ഏൽപ്പിച്ചു. മറ്റുള്ള അതിൽ നിന്നും പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പോയ എല്ലാ അമ്പലത്തിലും നമ്മൾ കൊട്ടിയിൽ മാത്രം കുറച്ചൊരു തിരക്കുണ്ടായെങ്കിൽ പോലും മറ്റുള്ള അമ്പലത്തിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളെയും അതൊരു പ്രായമുള്ളവരും എല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും തൊഴാനിരിക്കും. അതൊക്കെ ഉള്ളൊരു ഇതുണ്ടായി. അതൊക്കെ ഇതിൽ പോന്നതുകൊണ്ടായിരിക്കാം. ഇനി അടുത്ത വർഷം ഇതേമാതിരി പോരാൻ ഇപ്പൊ തന്നെ ഞങ്ങള് തയ്യാറാവാം. കാരണം ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പോക്കും കൂടെ പോകണം.